ഇന്ന് കൊല്ലത്ത് വെച്ച് കണ്ടൊരു കാഴ്ചയാണ്. പല സമയത്ത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഈ ബൈക്കുകാരും ഓട്ടോറിക്ഷക്കാരും യാതൊരു ശ്രദ്ധയില്ലാതെയാണ് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. മറ്റാൾക്കാരെ നമ്മൾ കുറ്റം പറയാതിരിക്കാൻ പറ്റത്തില്ല. KSRTC ഉണ്ട്, വലിയ വാഹനങ്ങളും കാറായാലും എല്ലാവരും പലരും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും മെജോറിറ്റി ചെയ്യുന്നത് ബൈക്കുകാരാണ്, പിന്നെ ഓട്ടോക്കാരും. ജസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ ഇതാ ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ യാതൊരു ശ്രദ്ധയില്ലാതെ ഇൻഡിക്കേറ്റർ പോലും ഇടാതെ ബൈക്കുകാർ ഇതുവരെ നേരെ വന്ന് താഴോട്ടൊരു ഒറ്റ പോക്കാണ്. അപ്പോൾ ബാക്കി വരുന്ന ആൾക്ക് കൺഫ്യൂഷൻ ആവും, അല്ലെങ്കിൽ ആ സൈഡിൽ നിന്ന് വരുന്ന ഒരാൾക്ക് കൺഫ്യൂഷൻ ആവും. ശരിക്കും നമ്മൾ ഈ നിയമങ്ങളൊക്കെ പാലിച്ച് പോകുമ്പോഴല്ലേ എല്ലാവർക്കും സേഫായിട്ട് പോകാൻ പറ്റുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നന്നാവും. ഇപ്പം തന്നെ ഉണ്ടോ ഈ ബൈക്കുകാരൻ കാണിച്ചത്? ഇത് മാത്രമല്ല, ആൾക്കാർ ക്രോസ് ചെയ്യുന്നത് സീബ്ര ലൈനിലൂടെ മാത്രം ക്രോസ് ചെയ്യുക എന്നൊരു നിയമം നമുക്കുണ്ട്. അവിടെ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് വണ്ടി നിർത്തി കൊടുക്കുക എന്നൊരു മാന്യത എല്ലാ ഡ്രൈവേഴ്സിനും ഉണ്ട്. ഇത് രണ്ടും ഇവർ ചെയ്യാറില്ല. തോന്നുന്ന സ്ഥലത്തൂടെയാണ് ആൾക്കാർ ക്രോസ് ചെയ്യുന്നത്, തോന്നുന്ന സ്ഥലത്തൂടെയാണ് ആൾക്കാർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ വലിയ പ്രശ്നങ്ങളാണ് ഈ അപകടങ്ങളെന്ന് പറയുന്നത്. ഒരു നിമിഷത്തേക്ക് വേണ്ടിയുള്ള ഒരു വേഗതയ്ക്ക് വേണ്ടിയാണ് പല അപകടങ്ങളും നമ്മൾ മുന്നിൽ കാണുന്നത്. ഒരുപാട് കേസുകൾ ഇങ്ങനെ മോർച്ചറിയിൽ ഓട്ടോപ്സി കൊണ്ടുവരാറുണ്ട്, ഇങ്ങനത്തെ RT എന്ന് പറയുമ്പോൾ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്. ഇപ്പോൾ തന്നെ കണ്ട ഒരു ആട്ടോ ഒരു ഇൻഡിക്കേറ്ററും കൂടാതെയാണ് എടുത്ത് ഇങ്ങനെ ഇറക്കി വിട്ടത്. ഇപ്പോൾ തന്നെ ഉണ്ട് ഈ ചേട്ടൻ ഇൻഡിക്കേറ്റർ ഇടാതെയാണ് വണ്ടി റൈഡിലൂടെ ഒതുക്കുന്നത്. അപ്പോൾ ബാക്കി വരുന്ന വണ്ടിക്ക് അതൊരു പ്രശ്നമാവും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ്